പ്രിയമുള്ളവരെ, ഇപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ വല്ലാത്തൊരു വൈബാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിഞ്ഞാൽ. തീർച്ചയായിട്ടും ഇവിടേക്ക് വന്നിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഈ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ശ്രീ സി കൃഷ്ണകുമാറാണ്. തീർച്ചയായും ഇവിടുത്തെ ചെറുപ്പക്കാരുടെ വൈകാരികത അത് നേരിട്ട് അനുഭവിക്കാൻ തന്നെയാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. കൃഷ്ണകുമാർ, നമ്മൾ ഈ നാട്ടുകാരാണ്, ഇവിടെ ജനിച്ചു വളർന്നവരാണ്, എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? പ്രത്യേകിച്ച് എങ്ങനെയാണ്? അല്ല, പാലക്കാട്ടുകാരെ സംബന്ധിച്ചോളം കൽപ്പാത്തി രഥോത്സവ നാളുകളിൽ കൽപ്പാത്തിയുടെ അഗ്രഹാര വീതികളിൽ കാലത്ത് മുതൽ രാത്രി വരെ കറങ്ങി നടക്കുക എന്നുള്ളത് കുട്ടിക്കാലം മുതലുള്ള ഒരു അനുഭവമാണല്ലോ. രഥോത്സവം പാലക്കാട്ടുകാരെ ഉത്സവമാണ്. ഇത്തവണ ഇരട്ടി സന്തോഷമാണ്. കാരണം രഥോത്സവ നാളിലാണ് തിരഞ്ഞെടുപ്പ് വന്നത്. അത് വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് മാറിക്കിട്ടി. അത് 20-ാം തീയതിയിലേക്ക് മാറിയതോടുകൂടി വലിയ സന്തോഷത്തിലാണ്. ആ ദിവസം തിരഞ്ഞെടുപ്പ് വരുന്നുള്ള ഞങ്ങളെ സംബന്ധിച്ചുള്ള വലിയ ആശങ്കയായിരുന്നു. ഞാനടക്കമുള്ള ആളുകൾ എല്ലാ രഥോത്സവ നാളുകളിലും ഇവിടെ എത്തുന്നതാണ്. തിരഞ്ഞെടുപ്പ് ആ ദിനത്തിൽ വന്ന സമയത്ത് ഒന്നാം തേര്, ആ തേര് ദിവസം ക്ഷേത്രത്തിൽ വരിക, തേര് വലിക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ വലിയൊരു അനുഭവമാണ്. അതിന് വിഘ്നം വരുമോ എന്നുള്ള ദുഃഖമായിരുന്നു. പക്ഷേ കാശി വിശ്വനാഥ സ്വാമിയുടെ കടാക്ഷം കൊണ്ട് തെരഞ്ഞെടുപ്പ് തീയതി മാറ്റാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർബന്ധിതമായി. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. ഇതിലൊരു സന്തോഷം എന്ന് പറയുന്നത് കൃഷ്ണകുമാറിൻ്റെ അച്ഛൻ കൃഷ്ണുണ്ണി മാഷ് എൻ്റെ അധ്യാപകൻ കൂടിയായിരുന്നു കുമരപുരം ഗവൺമെൻറ് ഹൈസ്കൂളിൽ. ഈ കൽപ്പാത്തി രഥോത്സവം കാണാൻ കൃഷ്ണകുമാറിൻ്റെ അച്ഛനാണ് എന്നെ പോലുള്ള ആളുകളെ ചെറുപ്പകാലത്ത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളെ കുട്ടികളെ ഒരുമിച്ച് കൊണ്ടുവന്നത് കൃഷ്ണകുമാറിൻ്റെ അച്ഛൻ കൂടിയാണ്. തീർച്ചയായും ആ അച്ഛൻ്റെ മകൻ ഇന്ന് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. കൃഷ്ണകുമാർ ഈ ട്രൗസർ ഇട്ട് നടക്കുന്ന കാലം മുതൽ കൽപ്പാത്തി രഥോത്സവം കാണുന്നതാണ്. ഇപ്പോൾ സ്വാഭാവികം ഇപ്പോൾ എത്തിയിരിക്കും. എങ്ങനെയാണ് അമ്മ പറയാറുള്ളത്? നടക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അമ്മ എടുത്തുകൊണ്ട് വന്ന് തേര് കാണിക്കാറുണ്ട് എന്നാണ്. അപ്പോൾ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ കൽപ്പാത്തി രഥോത്സവ വീതികളിൽ ഉണ്ടാവാറുണ്ട്. അത് ആ രഥോത്സവത്തിന് കൊടിയേറി തേരിക്കടകൾ പോകുന്നത് വരെ കൽപ്പാത്തിയുടെ തെരുവീതികളിൽ വൈകുന്നേരങ്ങളിൽ എത്തുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ശീലമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ കൃഷ്ണകുമാറിൻ്റെ സഹധർമ്മിണി മിനി ഇവിടെ എത്തിയിട്ടുണ്ട്. മിനി മഹിളാ മോർച്ചയുടെ ഒക്കെ നേതാവാണ്, പ്രൊഫഷണൽ വിങ്ങിൻ്റെയൊക്കെ സാരഥി കൂടിയാണ്. മിനി ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് നിന്നോളും. മിനി തീർച്ചയായിട്ടും മിനിയും തെരഞ്ഞെടുപ്പ് ഗോതയിൽ കൃഷ്ണകുമാറിനോടൊപ്പം തന്നെയാണ്. മിനി എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ഈ പ്രാവശ്യം പാലക്കാട്ടുകാർക്ക് 2 ഉത്സവമാണ്. ഒന്ന് ജനാധിപത്യത്തിൻ്റെ ഉത്സവം, ഒന്ന് രഥോത്സവം. ഇതെല്ലാം പാലക്കാട്ടുകാർ വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കട്ടെ. എല്ലാ ഭാവുകങ്ങളും പാലക്കാട്ടിലെ ജനങ്ങൾക്ക് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്നാണ് ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നത്. കൃഷ്ണകുമാറിൻ്റെ ഭാര്യ മിനി എറണാകുളംകാരിയാണ്. സ്വാഭാവികമായിട്ടും എറണാകുളത്ത് നിന്ന് ഇവിടെ കൃഷ്ണകുമാറിൻ്റെ ഭാര്യയായിട്ട് ഇവിടെ എത്തുന്നു. സ്വാഭാവികമായിട്ടും കൽപ്പാത്തി രഥോത്സവത്തിന് കാണാൻ വരുന്നു. എങ്ങനെ ഫീൽ ചെയ്യുന്നു രഥോത്സവം? രഥോത്സവം എല്ലാ വർഷവും വരാറുണ്ടല്ലോ. 18 വർഷമായിട്ട് രഥോത്സവത്തിന് പങ്കെടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇലക്ഷൻ്റെ തിരക്കിനിടയിലാണല്ലോ ആദ്യമായിട്ട് വരുന്നത്? 2 ഉത്സവവും നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ട്. എന്താണ് നമ്മുടെ നാട്ടിലെ, പ്രത്യേകിച്ച് ഇവിടെ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, വോട്ടർമാരുണ്ട്, അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? അല്ല, ഇവിടുത്തെ ഇപ്പോൾ കൽപ്പാത്തി അഗ്രഹാരത്തിൽ തന്നെ നോക്കിയാൽ കൂടുതൽ ആളുകൾ വിദ്യാഭ്യാസത്തിന് ശേഷം മറ്റുള്ള പ്രദേശങ്ങളിൽ ജോലി അന്വേഷിച്ച് പോകേണ്ട സ്ഥിതിയാണ്. എനിക്ക് അവരോട് പറയാനുള്ളത്, വിദ്യാഭ്യാസം കഴിഞ്ഞാൽ അവരുടെ വീട്ടുമുറ്റത്ത് പാലക്കാട് തന്നെ അവർക്ക് ജോലി ലഭിക്കാനുള്ള ഒരു സാഹചര്യം അത് ഇന്ന് കേന്ദ്ര സർക്കാർ ഒരുക്കിയിരിക്കുക. ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പ്രാവർത്തികമായാൽ, പൂർണ്ണ സജ്ജമായാൽ കൽപ്പാത്തി രഥോത്സവത്തിന് മറ്റുള്ള സ്ഥലത്തുനിന്ന് ലീവ് എടുത്ത് പാലക്കാട് വരേണ്ട ആവശ്യമില്ല. സ്വന്തം സ്ഥലത്ത് ജോലി ചെയ്ത് കൽപ്പാത്തി രഥോത്സവത്തിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കേന്ദ്ര ഗവൺമെൻറ്, മോദി സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് പ്രാവർത്തികമാക്കാനുള്ള അതിനു വേണ്ട പിന്തുണ കൊടുക്കാനുള്ള ഒരു അവസരം എന്നെ നിയമസഭാ സാമാജികനാക്കി നൽകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ ചെറുപ്പക്കാരാണ് ഇവിടെയുള്ളത്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട കൃഷ്ണകുമാറിന് എല്ലാവിധ വിജയാശംസകൾ നേരുന്നു. SCBയുടെ എല്ലാ ആശംസകളും. നന്ദി, നമസ്കാരം.